ഓക്കെ, പേജ് നമ്പർ 60 എടുത്തോ നിങ്ങൾ എല്ലാവരും. അതിൽ 9-ാമത്തത് അല്ലേ, ആക്ടിവിറ്റി 9-ാമത്. പഴഞ്ചൊല്ലി എഴുതാൻ പഠിക്കാം. അതിലൊന്നും മിസ് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോ നമ്മള് ഏതാ പറഞ്ഞില്ല? അമ്മ മിനുമിനു, മകൻ മണിമണി എന്നെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എഴുത്തതില്ലേ? അപ്പൊ ആദ്യത്തത് ഇതിലുണ്ട്, അഴകുള്ള ചക്കയിൽ ചുളയില്ല, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, അല്ലേ? നെക്സ്റ്റ് വൺ, അതിനു മുമ്പേ നമ്മൾ എഴുതിയില്ലേ മക്കളെ? 8-ാമത്തത് എഴുതിയോ? കടങ്കഥ എഴുതിയോ? കടങ്കഥ 2 എഴുതിയോ? എവിടെ നോക്കി കാണിച്ചേ, ടെക്സ്റ്റ് കാണിച്ചേ ഒന്ന്. കടങ്കഥ കണ്ടെത്താം എന്ന് കണ്ടോ? അതിൽ ചക്ക ഉത്തരമായി വരുന്ന കടങ്കഥ നമ്മൾ എഴുതിയില്ലേ? ഓക്കെ, ക്ലിയർ ആണ്, എഴുതിയിട്ടുണ്ടല്ലേ രണ്ടും. അപ്പൊ 9-ാമത്തെ. ഓക്കെ, അമ്മ മിനുമിനു, മകൻ മണിമണി. പിന്നെ അകത്തറുത്താൽ പുറത്തറിയും, ഒന്നുകൂടി ഉണ്ട് വേണമെങ്കിൽ കേട്ടോ. അകത്തറുത്താൽ പുറത്തറിയും, മതിയല്ലേ? നെക്സ്റ്റ് 9-ാമത്തത് എഴുതാം നമുക്ക് അല്ലേ. എന്താണ്? അപ്പോ ഇവിടെ അഴകുള്ള ചക്കയിൽ ചുളയില്ലാന്നുണ്ട്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്തറിയാ നിങ്ങക്ക്? ആർക്കെങ്കിലും അറിയോ ഇനി പഴഞ്ചൊല്ല്? യെസ്, ആർക്കാ? മിൻഹാജിന്. എന്താ മിൻഹാജെ, പറഞ്ഞോ. മിസ്സേ, ഞാൻ 8-ാമത്തെ ചെയ്തു എന്നാ പറഞ്ഞേ. അതെയോ? അപ്പൊ ഇതിന്റെ ആൻസർ ഇല്ല അല്ലെ. അപ്പൊ ഇതിന് അഴകുള്ള എഴുതാൻ പഠിക്കാന്നാ ഉള്ളത്. അപ്പൊ പഴഞ്ചൊല്ല് ആദ്യത്തെ 2 നിങ്ങൾ 2 ഇതിൽ എഴുതിയേ. നമുക്ക് അവിടെ തന്നിട്ടുള്ളത് തന്നെ എഴുതിയേ. അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഫസ്റ്റ് കോളത്തിൽ നോക്കി എഴുതിയേ. എഴുതാൻ പഠിക്കാം എന്നാ ഉള്ളത്. അതിൽ 2 നമുക്ക് അവിടെ എഴുതണം. 3-ാമത്തെ നമുക്ക് ഉണ്ടാക്കി ഒന്ന് എഴുതാം. അത് നോക്കി എഴുതിയേ. അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഫസ്റ്റ് കോളത്തിൽ എഴുതും. സെക്കൻഡ് കോളത്തിൽ എന്ത് എഴുതണം? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. 3-ാമത്തേത് നമുക്കൊന്ന് എഴുതാം അല്ലെ. 3-ാമത്തെ എന്താ എഴുതേണ്ടത്? ചക്ക തിന്നുന്തോറും പ്ലാവ് വെക്കാൻ തോന്നും. നമ്മൾ പറയാറുണ്ട് അല്ലെ, ചക്ക തിന്നുന്തോറും പ്ലാവ് വെക്കാൻ തോന്നും. 3-ാമത്തെ. അപ്പൊ 2 നിങ്ങൾ അതിലുള്ളത് എഴുതേ. 3-ാമത്തെ മിസ് എഴുത. തെറ്റിക്കാതെ എഴുതണം, നോക്കി നോക്കി എഴുതണം. മിസ് ഇവിടെ എഴുതുന്നത് 3-ാമത്തതാണ്. ഇല്ലാത്തത് അടുത്ത ലാസ്റ്റ് കോളത്തിൽ എഴുതാൻ വേണ്ടി. മിസ്, ചക്കക്ക് നല്ല മധുരം. മിസ്സേ, ഓ, അത് പഴഞ്ചൊല്ലാവില്ലടാട്ടെ. നല്ല മധുരം. അങ്ങനെ എഴുതിക്കൂടാ, പഴഞ്ചൊല്ലാവട്ടെ. പഴഞ്ചൊല്ല? ആ, നമുക്ക് പഴഞ്ചൊല്ലല്ലേ എഴുതുന്നത്. ചക്ക തിന്നുന്തോറും. പഴഞ്ചൊല്ലുന്നാ പഴയ ചൊല്ലുകള്. മിസ്സേ, ഞാൻ 3-ാമത്തേത് എത്തി. ആ, മിസ് നല്ലിനെ എഴുതൂലു ഇപ്പൊ ഇതില്. അപ്പോഴേക്ക് നിങ്ങൾക്ക് എത്തും. ഞാൻ എഴുതി കഴിഞ്ഞ മിസ്സിന്റെ അടുത്തെത്തി. മൗസ് നേരിന് പോകുന്നില്ല. പ്ലാവ് വെക്കാൻ തോന്നും. വേണേ, തെറ്റിക്കരുത്. നീങ്ങുന്നേ ഇല്ല മൗസ്.
എഴുതി കഴിഞ്ഞോ? ഓക്കെ, തോന്നും, തെറ്റിക്കരുതേ. അപ്പൊ ചക്ക തിന്നുന്തോറും പ്ലാവ് വെക്കാൻ തോന്നും. മൂന്നാമത്തെ കുളത്തിൽ എഴുതുക. അപ്പൊ മൂന്നെണ്ണം നമ്മളിപ്പോ എഴുതി. എന്തൊക്കെ? അഴകുള്ള ചക്കയിൽ ചുളയില്ല, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, എഴുതുകയും പഠിക്കുകയും വേണം കേട്ടോ. എഴുതാം പഠിക്കാം എന്നാണ്. മൂന്നാമത്തത് ചക്ക തിന്നുന്തോറും പ്ലാവ് വെക്കാൻ തോന്നും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയെങ്കിൽ എഴുതാട്ടോ. നെക്സ്റ്റ് 10ാമത്തത് എന്താണ്? ചോദിച്ചെഴുതാം എന്നാണ്. ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്തെല്ലാം? അമ്മയോട് ചോദിച്ച് ഉത്തരമെഴുതുക. എന്താ പറയുന്നത്? അമ്മയോട് ചോദിച്ച് ഉത്തരമെഴുതുക. ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഉപ്പേരി, ചക്ക ഉപ്പേരി, ചക്ക ഉപ്പേരി, പുഴുക്ക്, കറി അല്ലെ? ഒരുപാട് ഉണ്ടാക്കുന്നു. ചക്കയപ്പം അല്ലെ? എന്താ മന്ന? ചക്ക പൊരിച്ചത്, ചക്ക പായസം, ചക്ക പായസം. ഓക്കെ, ഗുഡ്. അപ്പൊ ഒരുപാടുണ്ട് അല്ലെ? ചക്ക പൊരിച്ചത്. ഓക്കെ, ചക്ക വച്ചത് അല്ലെ? അപ്പൊ ആദ്യം നിങ്ങൾ ഉപ്പേരി എഴുതരണോ? ഉപ്പേരി കണ്ണൊക്കെ എന്താ പറയണ്ടല്ലോ. എഴുതരണോ ഉപ്പേരിന്ന്? ആരൊക്കെയാ ഇതില് വരക്കുന്നത്? ഇത് ക്ലിയർ ചെയ്യുന്നേ. മിസ് ചക്ക വേവിച്ചിട്ട് തിന്നും. വേവിച്ചിട്ടും തിന്നും. ഉപ്പേരി. ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് ഒന്ന് ഉപ്പേരി. ചക്ക ഉപ്പേരി. പക്ഷെ ഉപ്പേരി എഴുതിയാലും മതിയാ, നമ്മ അതെല്ലാം എഴുതിക്കൊണ്ട് വരുന്നത്. നെക്സ്റ്റ് പുഴുക്ക് അല്ലെ? ചക്കപ്പുഴുക്കൊക്കെ ഇല്ലേ? ചക്ക വേവിക്കുന്നത്. എഴുതുമ്പോ ശ്രദ്ധിച്ച് പറഞ്ഞുകൊണ്ട് എഴുതാൻ എളുപ്പമാവും. ചക്കപ്പുഴുക്ക് അല്ലേ? നെക്സ്റ്റ് എന്താ? കറി അല്ലേ? കറി. മൂന്നെണ്ണം എഴുതിയാൽ മതി. 3 കോളല്ലേ ഉള്ളൂ അവിടെ. 3 എഴുതിക്കോ. മിസ് അത് കോമയിട്ട് എഴുതി. നിങ്ങൾ താഴെ എഴുതിക്കോട്ടോ. ഓക്കെ. നെക്സ്റ്റ് 11ാമത്തെ ചൊല്ലി രസിക്കാം എന്നാണ് അല്ലേ? എന്താണ് ചൊല്ലി രസിക്കേണ്ടത്? വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. കളൻ. ഒന്നുകൂടി വായിക്കാം. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു കൊണ്ടോയി തിന്നോട്ടെ, കണ്ടാ മിണ്ടണ്ട പാടി ചെമ്പോത്ത് ചക്കയ്ക്കുണ്ടോ. പാടി ചെമ്പോത്ത്. പാടി ചെമ്പോത്ത്. പായാണോ? പായല്ലേ? പാടി ചെമ്പോത്ത്. പാടി. പാടി. ചക്കയ്ക്കുപ്പുണ്ടോ അല്ലെ? എന്താണ് എഴുതി കഴിഞ്ഞോ? അത് ഫിനിഷാണോ എല്ലാവർക്കും? അപ്പൊ പാടി രസിക്കാല്ലേ നമുക്ക്? എന്താണ്? വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. നെക്സ്റ്റോ? കള്ളൻ ചക്കേട്ടു കൊണ്ടോയി തിന്നോട്ടെ, കണ്ടാ മിണ്ടണ്ട പാടി ചെമ്പോത്ത്
ചക്കയ്ക്കുപ്പുണ്ടോ? പാടാൻ കിട്ടുന്നുണ്ടോ? എഴുതിയത് എല്ലാവർക്കും ഫിനിഷ് അല്ലേ? അപ്പൊ ആ പാഠം കംപ്ലീറ്റ് ആയി അല്ലേ? ആർക്കാ ഇത് പാടാന്നറിയാം? വിത്തും കൈക്കോട്ടും, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, കൊണ്ടോയി തിന്നോട്ടെ, കണ്ടാ മിണ്ടണ്ട, പാടി ചെമ്പോത്ത്, ചക്കയ്ക്കുപ്പുണ്ടോ? പാടാൻ അറിയോ ആർക്കെങ്കിലും? രസക്കുട്ടിക്ക് ഉറക്കം നോക്കുന്നുണ്ടോ? രസക്കുട്ടി ആരാ പാടുന്നേ? രസ ഏതായാലും കൈ പൊക്കുന്നില്ല അല്ലേ രസ? ഓക്കെ. അമന്ന പാട് ഫസ്റ്റ്. കൈ പൊക്ക എല്ലാവരും ധൈര്യത്തില്. ശ്രദ്ധിക്കണേ. പഠിക്കോ. അമന്ന ക്ലിയർ ഇല്ലടാ. അമ്മ വരമ്പത്ത് കണ്ടാമിണ്ടൻ കുപ്പുണ്ടോ? വിത്തും കൈക്കോട്ടും അമ്പത്ത്, കള്ളൻ കണ്ടാമിണ്ടണ്ട, പാടി ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ടെസ ഒന്ന് പാടിയ ടെസ. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, കൊണ്ടോയി തിന്നോട്ടെ, കണ്ടാമിണ്ടണ്ട, പാടി ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ? നെക്സ്റ്റ് ജുവൽ മരിയ. വിത്തും കൈകൊട്ടും അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, കൊണ്ടോയി തിന്നോട്ടെ, കണ്ടമിണ്ടാട, പാടി ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് മിൻഹാജ്. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, കൊണ്ടോയി തിന്നോട്ടെ, കണ്ടാൽ മിണ്ടേണ്ട, പാടി ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ആൻസൺ. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, കൊണ്ടോയി തിന്നോട്ടെ, കണ്ടാ മിണ്ടണ്ട, പാടി ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ഷിഫാന. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ ചക്കേട്ടു, കൊണ്ടുപോയി തിന്നോട്ടെ. കൊണ്ടുപോയി തിന്നോട്ടെ എന്നുണ്ടോ അവിടെ? കൊണ്ടോയി തിന്നോട്ടെ എന്നല്ലേ? പാടി ചെമ്പോത്ത് ചക്കക്കുപ്പുണ്ടോ? ഓക്കെ. ചക്കയ്ക്കുപ്പുണ്ടോ? ചെമ്പോത്ത് എന്ന് പറഞ്ഞ പക്ഷീനെ അറിയോ നിങ്ങക്ക്?
അറിയാല്ലേ? ചെമ്പോത്തിന് അറിയില്ല? ആദ്യം പറഞ്ഞോ നോന്ന് അല്ലേ? നെക്സ്റ്റ് ആരാ? എറിക്ക്. കണ്ടിട്ടുണ്ട്. അതെ അല്ലേ? ചെമ്പോത്ത് എന്റെ മുറ്റത്ത് എപ്പോഴും രാവിലെ വരലുണ്ട്. ആണോ? ചെമ്പോത്തിനെ രാവിലെ കണ്ടാലേ ചാലേവലത്തോട്ടുള്ള ചകോരാതിപക്ഷിയുടെ കോലാഹലം കേട്ടു നടന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ. നടന്നകന്നു ചാലേ വലത്തോട്ട്, അതായത് രാവിലെ വലത്തോട്ട് കണ്ടാല് നല്ലതാണെന്നാണ്. ഓക്കെ, ചെമ്പോത്ത് പറഞ്ഞാൽ ചകോരം ചെമ്പോത്ത്. ഓക്കെ, ചെമ്പോത്തിനെ കാണിച്ചു തരാം കേട്ടോ എപ്പോഴെങ്കിലും കാണാത്തവർക്ക്. ഓക്കെ, നെക്സ്റ്റ് എറിക്കുന്ന പാടിക്കോ. ഇത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കേട്ടു കൊണ്ടോയി തിന്നോട്ടെ കണ്ടാമിണ്ടണ്ട പാടി ചെമ്പോത്ത് ചക്ക കുപ്പുണ്ടോ? ചക്കുണ്ടോ. ഓക്കെ, നെക്സ്റ്റ് അനിക മോഹൻ. വിത്തും കൈക്കൊട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കേട്ടും കൊണ്ടോയി തിന്നോട്ടെ പാടിച്ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ. അനീറ്റ. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ കേട്ടു ചക്കോട്ട് കൊണ്ടോയി തിന്നോട്ടെ കണ്ടാമിണ്ടണ്ട പാടിച്ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ. ഓക്കെ, നെക്സ്റ്റ് അന്ന. വിത്തും കൈക്കോട്ട് അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കേട്ടു കൊണ്ടോട്ടിന്നോട്ടെ മിണ്ടണ്ട പാടി ചെമ്പോത്ത് ചക്കയ്ക്കുപ്പുണ്ടോ. ഓക്കെ, നെക്സ്റ്റ് അനഘ സുരേഷ്. അനഘ പ്ലീസ് അൺമ്യൂട്ട്. അനഘ പോയോ? ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. വിത്തും കൈക്കോട്ടും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കേട്ടു കൊണ്ടോയി തിന്നോട്ടെ കണ്ടാമിണ്ടണ്ട ചാടിച്ചെമ്പോത്ത് ഓക്കെ, ഓ എന്തേ മോളെ? അതെ അല്ലേ, നമ്മള് കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു മുമ്പില്, ഇത്രയേ ഉള്ളൂ കുറച്ച്, അതായത് 9ാമത്തെ ആക്ടിവിറ്റി മുതല്. ഞാൻ അതിന്റെ മുമ്പിലത്തത് എഴുതിയിട്ടില്ല. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കേട്ടു ചക്കോട്ടു ചക്കോ ഉണ്ടോ മോനെ ഇവിടെ? ചക്കേട്ടു കൊണ്ടോയി തിന്നോട്ടെ
കൊണ്ടായി തിന്നോട്ടെ. തിന്നാട്ടെ. കണ്ടാ മിണ്ടണ്ട. മിണ്ടണ്ട. പാടി ചെമ്പോത്ത്. പാടി ചെമ്പോത്ത്. ചക്കയിലുപ്പുണ്ടോ? ചക്കയ്ക്കുപ്പുണ്ടോ? ഫാത്തിമ കഴിഞ്ഞ യൂട്യൂബ് ക്ലാസ് കണ്ടില്ലേ മോളെ? അവിടെ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത് റെക്കോർഡ് ചെയ്തിട്ടല്ലോ. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇല്ലേ? ഏതെങ്കിലും ഒരു കുട്ടിയോട് അതിന്റെ ഒരു ഫോട്ടോ ചോദിച്ചാൽ മതി കേട്ടോ, ഇട്ട് തരും ടെക്സ്റ്റിലത്തെ. ഓക്കെ, ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണേ മക്കളെ ഫാത്തിമക്ക്. ഓക്കെ ഓക്കെ, ദാമന്നെ അയച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ പാഠം ഫിനിഷായി. എല്ലാവർക്കും ഈ പാഠം നല്ലപോലെ വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ വീട്ടിന്ന്? ഇപ്പൊ നമ്മള് ചക്കപ്പെരുമ എന്ന പാഠാണ് പഠിച്ചു കഴിഞ്ഞത് അല്ലേ? അപ്പൊ നമ്മൾ ചക്കേനെ പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? പാഠഭാഗം നല്ലപോലെ വായിച്ചോ എല്ലാവരും? എന്താ പാട്ട് പാടണോ? എന്നാ ഒരു മിനിറ്റ് പാടിക്കോ. അമ്പിളി അമ്മാവൻ. അമ്പിളി അമ്മാവനെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരാ ഈ അമ്പിളി അമ്മാവൻ? നമ്മൾ ചെറുതിലേ കേൾക്കുന്ന അല്ലേ? അത് ആകാശത്ത് അമ്പിളി അമ്മാവൻ എന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട് അല്ലേ അമ്മയും അച്ഛനൊക്കെ? അമ്പിളി മാമനെ കണ്ടു, അമ്പിളി മാമൻ ചോദിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? ഓക്കെ, അമ്പിളി അമ്മാവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയാ അമ്പിളി അമ്മാവനെ കാണുക? എവിടെയാ കാണുക? എറിക്ക് കൈ പൊക്കുന്നുണ്ട് കുറെ സമയമായിട്ട് അല്ലേ? എറിക്ക് എവിടെയാ അമ്പിളി അമ്മാവനെ നമ്മള് കാണുക? ആകാശത്ത്. ആകാശത്ത് അല്ലേ? ഏത് സമയത്താണ് കാണുക ആകാശത്ത്? രാത്രി. രാത്രി കാലങ്ങളിൽ കാണുക അല്ലേ നമ്മള് അമ്പിളി അമ്മാവനെ കാണും അല്ലേ? ടീച്ചറെ, അമ്പിളി അമ്മാവന്റെ കഥ കണ്ടിട്ടുണ്ട്. അമ്പിളി അമ്മാവനും മാനും പിന്നെ ഒരു മുയലും. അപ്പൊ നമുക്ക് ആ കഥ എരിക്കിനെ കൊണ്ട് പറയിപ്പിക്കാം. അതിനു മുമ്പേ അമ്പിളി അമ്മാവനെ പറ്റി ഒരു പാട്ടുണ്ട്. എന്ത്? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം ചിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. കേട്ടിട്ടുണ്ടാരെങ്കിലും? അമ്പിളി പുഞ്ചിരി തൂകുന്നു. പുഞ്ചിരി തൂകാറില്ലേ അമ്പിളി അമ്മാവൻ മാനത്തുനിന്ന്? നല്ല വെളിച്ചത്തിൽ നിൽക്കുന്നതാണെന്നല്ലേ? പിന്നെയോ വെള്ളി വെളിച്ചം വിതറുന്നു. നമുക്ക് വെളിച്ചം വിതറി തരാറില്ലേ? മാനം നോക്കി. മാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനം എന്താ അർത്ഥം? ആർക്കറിയാം മാനത്തിന്റെ അർത്ഥം? മാനം. ഓക്കെ, എന്താണ് ജുവലെ അർത്ഥം? ആകാശം അല്ലേ? മാനം, വാനം ഇതൊക്കെ ആകാശം എന്നാണ് അർത്ഥം. അപ്പൊ മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു അല്ലെ? നമ്മളെ അമ്പിളിനെ മാനത്തെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയാ ഇപ്പൊ ഇവിടുന്ന് ഈ സ്കൂളിന്റെ അടുത്ത് കണ്ടു കഴിഞ്ഞാല് കുറെ കഴിയുമ്പോൾ നമ്മൾ പാഠശാല കഴിഞ്ഞാലോ അവിടെ ഉണ്ടാവും അല്ലേ? അമ്പിളിനെ കാണാറില്ലേ? നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അത് നീങ്ങുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ? അതാണ് പറഞ്ഞത്, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. നമ്മുടെ കൂടെ വരുന്നത് പോലെ തോന്നും അല്ലെ? നമ്മള് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മള് ഇപ്പൊ ഇവിടുന്ന് കണ്ടു, കുറേ മുന്നോട്ട് പോയിട്ട് നമ്മൾ അവിടെ നോക്കുമ്പോ അവിടുന്ന് കാണും അമ്പിളിനെ അല്ലേ? അങ്ങനെയാണ് അമ്പിളി. അപ്പൊ അമ്പിളി അമ്മാവനെ പറ്റി ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് അല്ലെ? ഒരു കുട്ടി അമ്പിളി അമ്മാവനോട് എന്തൊക്കെയോ ചോദിക്കുന്നതായിട്ടാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് എറിക്ക് അമ്പിളി അമ്മാവന്റെ കഥ? എറിക്കിപ്പ ആ കഥ പറഞ്ഞു തരും നമുക്ക്. All of you listen. ശ്രദ്ധിച്ചു എല്ലാവരും. എന്താണ് അമ്പിളി അമ്മാവന്റെ കഥ? എന്താ എറിക്കേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ മോനെ? അൺമ്യൂട്ട് ചെയ്തോ. പറഞ്ഞോ. ഒരു ദിവസം ഒരു ആകാശത്ത് ഒരു അമ്പിളി മാവനും ഒരു മാനും ഉണ്ടായിരുന്നു. ആ മാന്
മാനിനെ എപ്പോഴും എവിടെ പോകുന്നുണ്ടെങ്കിലും മാനിനെയും കൂട്ടിക്കൊണ്ടേ അമ്പിളിമാമൻ പോവും. ഒരു ദിവസം അവര് ആകാശത്തില് അമ്പിളിമാവനെ മാന് അമ്പിളിമാവനോട് മാൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, നമുക്ക് നമ്മുടെ ആകാശത്തിൽ കാട്ടിൽ പോയി നമുക്ക് പുല്ല് തിന്നാന്ന് പറഞ്ഞു. അന്നേരം മാൻ പുല്ല് തിന്നോണ്ടിരിക്കുമ്പോ പുറകിൽ നിന്നൊരു മുയൽ ചാടി വന്നു. അത് അമ്പിളിമാവൻ കണ്ടു. എന്നിട്ട് അമ്പിളിമാവൻ അതിന്റെ പുറകിൽ പോയിട്ട് എന്നിട്ട് മാനിനെയും കൂട്ടി. അന്നേരം അവർ തിന്നു കഴിഞ്ഞിട്ട് ആ മുയലിനെയും കൂട്ടി ആകാശത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞപ്പോ മുയലിന് ഈ മാനിനോട് ദേഷ്യം വന്നു. അത് കഴിഞ്ഞിട്ട് അമ്പിളിമാവൻ പറഞ്ഞു, മൊയല് പറഞ്ഞു, അമ്പിളിമാമ ആ മാന് എന്നോട് എപ്പോഴും കുസൃതിയാ, അതുകൊണ്ട് ആ മാനിനെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞുവിടാന്ന് പറഞ്ഞു. അന്നേരം ആ അമ്പിളിമാവന് ദേഷ്യം തോന്നി. എന്നിട്ട് ആ മാനിനെ പുറത്താക്കി. അന്ന് കഴിഞ്ഞിട്ട് മൊയല് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ മാന് ആകാശത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് അമ്പിളിമാമനോട് മാമൻ പറഞ്ഞു, അമ്പിളിമാമ ആ മൊയല് പറഞ്ഞ കള്ളുവാ, അവനെ ഞാൻ ഉപയോഗിച്ചൊന്നുമില്ല. അവന് ഞാൻ തിന്ന സ്ഥലത്ത് വന്നിട്ട് എന്റെ കൂടെ എഴുതിട്ട് എന്നോട് വഴക്കൂടാന്ന് പറഞ്ഞു. അന്നേരം മൊയിലിനെ അമ്പിളിമാമൻ എടുത്ത് കസേരന്ന് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ മൊയല് അവന്റെ കാട്ടിലേക്ക് പോയി. അവൻ അവിടെ തന്നെ നിൽക്കുമ്പോൾ മാനും അവിടേക്ക് വന്നു. അന്നേരം ആ മാനോട് മൊയല് പറഞ്ഞു, എനിക്ക് ആകാശത്തേക്ക് വീണ്ടും വരാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം മാന് മൊയലിനെയും കൂട്ടി ആകാശത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അമ്പിളിമാവനോട് പറഞ്ഞു മാന്, അമ്പിളിമാമ മൊയല് വീണ്ടും വന്നു, അതുകൊണ്ട് അവനെ നമുക്ക് വീണ്ടും നമ്മുടെ കൂട്ടാന്ന് പറഞ്ഞു. അന്നേരം അമ്പിളിമാവൻ എന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്നേരം മൊയലെ വാന്ന് പറഞ്ഞു. അന്നേരം മൊയൽ വന്ന് അന്നേരം എല്ലാവരും കൂടെ കൂട്ടായി. ഇതാണ് കഥ അല്ലേ? എല്ലാവരും കൂട്ടായി, നല്ല ഫ്രണ്ട്ഷിപ്പായി അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു 1 മിനിറ്റേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആ പോയം ഓക്കെ, അമ്പിളിമാവന്റെ പുതിയ പോയം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ദിവസം അല്ലേ? അപ്പൊ എല്ലാ മക്കൾക്കും ബൈ. അപ്പൊ അടുത്ത ദിവസം അല്ല, അടുത്ത ഒരു ക്ലാസ് കൂടി നമുക്ക് ഉണ്ട്. ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ബൈ.